ഇവർക്കൊരു ആശ്വാസമാണ്. എൻ്റെ ഭർത്താവ് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അവരിവരെ മാക്സിമം സംരക്ഷിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു ഭർത്താവ് വെച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ ഭർത്താവിൻ്റെ ഒരു വാശിപ്പുറത്ത് ഈ സ്ത്രീയെയും കൂട്ടി ഭർത്താവ് അമ്മയുടെ അടുത്തു നിന്ന് മാറി താമസിക്കാൻ ശ്രമിച്ചു വേറൊരു സ്ഥലത്തേക്ക്. അതിന് അമ്മയ്ക്ക് വീണ്ടും ബഹളമായി. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് അമ്മ വീതം വെച്ചപ്പം ഒരു വസ്തു പോലും ഭർത്താവിന് കൊടുത്തില്ല. അമ്മയുടെ ദേഷ്യം കാണിച്ച അമ്മ എവിടെയാണ് മകളുടെ പേരിലും കുറച്ച് വസ്തു പിന്നെ ഇളയ മകൻ്റെ പേരിൽ എഴുതി കൊടുത്തു. എന്നാൽ മകൾ എന്ന് പറയണ്ടേ, അമ്മ ചെയ്യുന്ന തെറ്റാണ്, അമ്മ ചെയ്യരുത്. മകളൊന്നും പറഞ്ഞില്ല. മകൾ കിട്ടിയ കാശും കൊണ്ട് മകൾ സന്തോഷപൂർവ്വം മകളേക്ക് മേടിച്ച് അതങ്ങ് സുഖിച്ചു. പക്ഷെ മൂത്ത മകൻ ഒന്നും കൊടുത്തില്ല. അവൻ ഒരു രീതിയിലും പരാതിക്കോ പരിഭവത്തിനോ ഒന്നും പോയില്ല. അവർ സുഖമായിട്ട് ഇപ്പോഴും കഴിയുന്നുണ്ട്. എന്നോട് പറയാണ് ഒരു 15 വർഷമായി ഇപ്പോൾ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ എത്ര വർഷം ഞങ്ങൾ കിടന്ന് അനുഭവിച്ചെന്നറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറയുന്നത്, ഞാനൊരു കമ്പനി ജോലി ചെയ്തപ്പം എൻ്റെ ടോപ്പ് ലെവലിരുന്ന ആൾക്കാർ എന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലും പല കാര്യങ്ങൾക്കകത്തും അനാവശ്യമായി എന്നെ ഹറാസ്മെൻറ്റ് ചെയ്യുകയും അനാവശ്യമായി എന്നെ വഴക്ക് പറയുകയും എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വേറെ കമ്പനിയിൽ ഏതാണ്ട് ആ ഒരു പൊസിഷൻ വന്നപ്പോൾ ഞാൻ എടുത്ത ആദ്യത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അന്ന് അവരനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ ഇന്നും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു തെറ്റുണ്ട് നമ്മളൊക്കെ പറയുന്ന പോലല്ല, അനാവശ്യമായി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ഇറിറ്റേറ്റ് ചെയ്ത് വിടാൻ പറ്റും. സ്വസ്ഥമായിട്ട് ജോലി കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് ചിന്തയുണ്ട്, ഓക്കെ ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട്, ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പം എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അപ്പം വരുന്ന മരുമകളോട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തേലേ പറ്റത്തുള്ളൂ എന്ന് പറയും.